എടാ ചുംബന സമരത്തിന് പോയിട്ട് എന്തായി? ഒന്നും പറയണ്ട. എന്തൊക്കെയോ പ്രതീക്ഷിച്ചു, പക്ഷെ ഒന്നും നടന്നില്ല. ഒന്നും? നീ ഇവിടുന്ന് വെല്ലുവിളിച്ചിട്ടാണല്ലോ കൊച്ചിയിലേക്ക് പോയത്. അല്ല, അതൊക്കെ ശരിയാണ്. ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സംഘടന അവിടെ ചുംബന സമരം നടത്തി. അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങളായിരുന്നല്ലോ ഞങ്ങളുടേത്. എന്നിട്ട് പൊതുസ്ഥലത്ത് വെച്ച് ആൺകുട്ടിയും പെൺകുട്ടിയും കെട്ടിപ്പിടിച്ച് കവിളിലും ലിപ്പിലും 2 കിസ്. ഇതായിരുന്നു ഞങ്ങളുടെ പരിപാടി. എടാ നീ നടന്നത് പറയടാ. എന്നിട്ടെന്താ, 2 കിസ് പ്രതീക്ഷിച്ചു പോയ എനിക്ക് പോലീസിന്റെ കയ്യിൽ നിന്ന് 2 എണ്ണം കിട്ടി. ഒന്നിവിടെ ഒന്നിവിടെ. നന്നായി. ഞാൻ അപ്പോഴേ പറഞ്ഞതാ നിന്നോട് പോകണ്ടെന്ന്. നിങ്ങളുടെ ഈ സമര രീതി ഒന്നും കേരളത്തിലെ ജനങ്ങൾ ഒരിക്കലും സമ്മതിക്കില്ല. അല്ലെങ്കിലും നിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പൊതുസ്ഥലത്ത് വെച്ച് കിസ് അടിക്കുന്ന പെൺകുട്ടികളുടെ പാരന്റ്സിനെ പറയേണ്ടത്. സൗമ്യ മാനഭംഗത്തിനിരയായി എന്നുള്ളത് കൃത്യമാണ്. അതിനുള്ള ശാസ്ത്രീയ തെളിവുകളുണ്ട്. പറയടാ. എന്താടാ? ഒരു കാര്യമുണ്ട്. അത് പറയാനാ ഞാനിപ്പോ വിളിച്ചത്. ഞാനിപ്പോ മരിക്കും. ആത്മഹത്യ ചെയ്യും 10 മിനിറ്റിനുള്ളിൽ. ഞാൻ മരിക്കുമ്പോ മുതലാളിയെ ഏൽപ്പിക്കാൻ വെച്ച 60 ലക്ഷം രൂപ ട്രെയിനിൽ വെച്ച് എന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. എന്നിട്ട് മുതലാളി എന്നെ കൊല്ലും. അതിനു മുമ്പ് ഞാൻ തന്നെ മതിയാക്കുക. നഷ്ടപ്പെട്ടത് കൊടുക്കാൻ എന്റെ കയ്യിലില്ല. ഞാൻ പോവാ. പൂവേ എങ്ങോട്ട്? മര്യാദയ്ക്ക് അവിടെ ഇരുന്നോ, കൊല്ലും നിന്നെ ഞാൻ. എടാ ഒരു 10 മിനിറ്റ് സമയം എന്താ? ഞാനും മുരളി ഇതാ എത്തി. എന്താ പ്രശ്നം? നീ വണ്ടി വിടറാ വേഗം. ഹലോ കുമാരേട്ടാ. രനീഷ് പറഞ്ഞോ. നീ ഒന്ന് സമാധാനിക്ക്. നമുക്ക് വഴിയുണ്ടാക്കാം. അവിവേകമൊന്നും കാണിക്കരുത്. കുമാരേട്ടൻ ബീച്ച് റോഡിലുണ്ട്. നീ വണ്ടി അങ്ങോട്ട് വിട്. കുമാരേട്ടൻ വണ്ടി നിർത്ത്. വേഗം വിട്, വേഗം വിട്. ഈ ഫീൽഡിൽ നിർത്തുന്നു. ഇന്നത്തെ ഈ ലോകത്തില് വളരെ അപൂർവമായി മാത്രം കാണാൻ സാധിക്കുന്ന. റിനീഷ് പറയൂ. ആൻസി, ഞാൻ മരിക്കാൻ പോവാ. എന്ത്? വേഗം വിട്. അവൻ എന്തെങ്കിലും ചെയ്യുമ്പോഴേക്കും നമ്മൾ അവിടെ എത്തണം. എന്തായാലും സമാധാനായി. നീ മരിച്ചില്ലല്ലോ. അതല്ലടാ, ഞാൻ മരിക്കാൻ തീരുമാനിച്ചതാ. ഞങ്ങൾ പറഞ്ഞത് നീ അനുസരിച്ചല്ലോ, അത് മതി. പക്ഷെ ആൻസി അവൾ എന്നോട് ചത്തോളാൻ പറഞ്ഞു. അതും എന്നോട്. ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചല്ലേ? റിനീഷ്, നിനക്ക് മരിക്കാം. നീ ഇപ്പൊ ജീവനോടെ ഇരുന്നിട്ട് എനിക്കൊരു കാര്യമില്ല. വർഷങ്ങളായി നമ്മൾ പ്രണയിക്കാൻ തുടങ്ങിയിട്ട്. എനിക്ക് സന്തോഷമേ ഉള്ളൂ നീ മരിക്കുന്നത്. തീരുമാനിച്ചയാളെ ഞാനായിട്ട് തിരുത്തുന്നില്ല. നമുക്ക് അടുത്ത ജന്മത്തിൽ ഒരുമിക്കാം. ഗുഡ് ബൈ. വർഷങ്ങളായി ഞങ്ങൾ പ്രണയിക്കാൻ തുടങ്ങിയിട്ട് വിവാഹം കഴിക്കാൻ വരെ തീരുമാനിച്ചതാ. എനിക്കൊരാപത്ത് വന്നപ്പോൾ അവൾ എന്നോട്. അപ്പം ഇത്രയുള്ളൂ സ്നേഹം. ഞാനെന്തിനു മരിക്കണം? ഞാൻ ഈ കടം എങ്ങനെയും വിട്ടു. അവളുടെ മുമ്പിൽ ഞാൻ തോൽക്കില്ല. തോൽക്കരുത്. അത് തന്നെയാണ് എനിക്കും വേണ്ടത്.
ഞാനങ്ങനെ പറഞ്ഞപ്പോ ആ ദേഷ്യത്തിലെങ്കിലും നീ ആ തീരുമാനം മാറ്റിയ നിന്നെ എനിക്ക് തിരിച്ചു കിട്ടുമായിരുന്നു. ആ ഒരു നിമിഷത്തെ സ്പാർക്ക് ഞാൻ പ്രതീക്ഷിച്ചതും അതുതന്നെയാ. ജീവിതത്തിൽ പരാജയം സംഭവിച്ചവരൊക്കെ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചാൽ പിന്നെ നാട്ടിലുള്ള പകുതി പേരും ജീവനോടെ ഉണ്ടാവില്ല. ജീവിതം ഒരു പോരാട്ടമാണ്. ഒഴുക്കിനെതിരെ നീന്തി ജയിക്കണം. നിനക്ക് പറ്റിയ നഷ്ടം അതെന്റെ നഷ്ടമാണ്. ഞങ്ങളുണ്ട് നിന്റെ കൂടെ.